ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ നമ്മുടെ നാട്ടിൽ തിറകളും ഉത്സവങ്ങളൊക്കെ അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടങ്ങളിലും പോകാമെന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ലല്ലോ. എന്നാലും വർഷത്തിൽ ചിലയിടങ്ങളിൽ നിർബന്ധമായിട്ട് നമുക്ക് പോകണം എന്നുള്ളതുണ്ട്. അങ്ങനെയുള്ള ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് തലശ്ശേരി അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവത്തിന് ഒരു ദിവസമെങ്കിലും പോകണം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. പറ്റുന്ന അവസരങ്ങളിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് അതിനൊരു ടൈമൊക്കെ കിട്ടിയപ്പോൾ പോയതാണ്. കാർ പാർക്കിംഗ് സൗകര്യം കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ്. അതുകൊണ്ട് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരിത്തിരി ഒന്ന് നടക്കാനുണ്ട്. ഒരു റെയിൽവേ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങ് എത്തുന്നത് അമ്പലത്തിലേക്കുള്ള ഗ്രൗണ്ടിലേക്കാണ്. ഇവിടെ നമ്മളെ വരവേറ്റുകൊണ്ട് ഒരുപാട് റൈഡും കുട്ടി കുട്ടി കടകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അതിലൊക്കെ കയറണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ടെങ്കിലും അതിൽ കൂടുതലാണ് എനിക്കിതിനോടൊക്കെയുള്ള പേടി. അതുകൊണ്ട് തന്നെ അതൊക്കെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സാത്തിക്ക് ഇത്തരം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോടാണ് ഭയങ്കര ഇഷ്ടമുള്ളത്. അവന് വലിയ കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഇത്ര കുഞ്ഞു കുഞ്ഞു ലൈറ്റൊക്കെയുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുമ്പോഴാണ് അവൻ കൂടുതൽ ഹാപ്പി ആവുക. അങ്ങനെ അവൻ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഡ്രാഗൺ, അത് നമുക്ക് മസ്റ്റാണ്. ഏത് ഉത്സവത്തിന് പോയി കഴിഞ്ഞാലും റൈഡ് ഉണ്ടോ അവിടെ ഡ്രാഗൺ ഉണ്ടോ ഞങ്ങളതിൽ കയറിയിരിക്കും. സാത്തിക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും എനിക്കിതിനോട് നല്ല ഇൻട്രസ്റ്റാണ്. കാരണം ആകെ പേടിയില്ലാണ്ട് ഞാൻ കയറുന്നത് ഈ ഒരൊറ്റ ഒന്നിലാണ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു റൈഡൊക്കെ നടത്തി. ആ സമയത്ത് അമ്മ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അമ്മക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, റൈഡിലൊന്നും കയറാൻ വേണ്ടിയിട്ട്. അമ്മക്കിങ്ങനെ വരണം, 10 ആളെ കാണണം, ഇവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കണം, അതിൻ്റെ വിലയൊക്കെ ചോദിക്കണം, ഒന്നും വാങ്ങാണ്ട് തിരിച്ചു പോകണം. ഇതാണ് അമ്മേൻ്റെ അജണ്ട. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മെല്ലെ അങ്ങ് നടക്കുകയെന്ന്. അപ്പോഴാണ് നമ്മളൊരിടം മാടി മാടി വിളിച്ചത്. അത് നമ്മളെ കോളിഫ്ലവർ ബജിയും നല്ല പാനിപ്പൂരിയൊക്കെ കിട്ടുന്നത്. ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ കുറവായിട്ട് നമുക്ക് ഇരുന്നൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഇത് കണ്ടപ്പോൾ അവിടെ കയറി ആദ്യം അതങ്ങ് അകത്താക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ കോളിഫ്ലവർ ബജിയും പാനിപ്പൂരിയും പിന്നെ 2 കോഫിയാണ് വാങ്ങിയത്. പാനിപ്പൂരിൻ്റെ ഫാന് സാത്യാന്ന്. അവനാന്ന് ഇതൊത്തിരി ഇഷ്ടം. പക്ഷെ അവ കഴിക്കുമ്പോഴേ എനിക്ക് കഴിക്കണമെന്ന് തോന്നും. അതങ്ങനെയാണ്. ചില സാധനങ്ങൾ നമുക്ക് ചിലപ്പം പ്രത്യേകിച്ച് കഴിക്കണമെന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ മറ്റൊരാൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കും അതൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. അങ്ങനെ 1-2 എണ്ണം ഞാനും അവൻ്റെ കൂടെ കഴിച്ചു. പിന്നെ നമ്മളിങ്ങനെ ഓരോ ചന്തകളിങ്ങനെ നോക്കി നോക്കി നടന്നു. പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലാത്തത് കൊണ്ട് തന്നെ ചന്തേൻ്റെ അകത്തേക്ക് പോവുകയൊന്നും ചെയ്തിട്ടില്ല. പുറത്തുനിന്നിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട്. ഇനിയും നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടില്ലേ, കുറച്ചൊന്നും കൂടി നടക്കാനുണ്ട്. ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടാവും. അങ്ങ് പ്രഭാഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിന് അടുത്തുള്ള സ്റ്റേജിൽ. പിന്നെ ഈ ഒരു ഗ്രൗണ്ടിലാണ് അടുത്ത സ്റ്റേജ് ഉള്ളത്. അവിടെയാണ് ഗാനമേള, ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടാവുക. പക്ഷെ അതൊക്കെ തുടങ്ങണ്ടെങ്കിൽ ഒരു 9 മണിയൊക്കെ കഴിയണം, എങ്കിലും മാത്രമേ പരിപാടിയൊക്കെ തുടങ്ങും. അങ്ങനെ ഇതാ അറ്റ് ലാസ്റ്റ് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചൊരു തിരക്ക് എനിക്ക് അനുഭവപ്പെട്ടത് ഇവിടെയാണ്. കാരണം ചന്തകളിലോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കോർട്ട് അവിടെയൊന്നും വലിയ തിരക്കൊന്നും ഇല്ലേനു. പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ ആനേനെ കാണാമെന്ന് പറഞ്ഞ് കാവടി തുള്ളി പോയതാണ് നമ്മൾ. പക്ഷേ ആനേനെ കണ്ടിട്ടില്ല. ഉത്സവം കഴിഞ്ഞു, അതായത് അന്നത്തെ ആ സമയത്ത് ഉത്സവം കഴിഞ്ഞ് ആനയൊക്കെ റെസ്റ്റിലാണ്. ഇനിയിപ്പം അടുത്ത ഉത്സവം തുടങ്ങുക ഒരു 9 മണിക്കോ അങ്ങനെയോ മറ്റുമാണ്. അപ്പോഴാണ് അവരിങ്ങോട്ടേക്ക് വരിക. അത്ര സമയം വരെ അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് ഒന്ന് പ്രദക്ഷിണം വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പ്രത്യേകതയാണ് ഈ പൂഴിയാണ് അമ്പലത്തിന് ചുറ്റും. അപ്പോൾ ആ പൂഴിയിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റും ഒന്ന് നടന്നു, പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പറാണ്. ആനേനെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഇതൊക്കെ കണ്ട് ഞങ്ങളങ്ങ് തീർത്തിട്ടുണ്ട്. സാത്യക്ക് ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ട്. കാരണം മൂപ്പര് ആനേനെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഇനി പോവാന്ന്. അപ്പോൾ പോകുമ്പോൾ വെറുകയ്യോടെ പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. അങ്ങനെ ഒരു സ്റ്റാൾ കണ്ടപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മളെ തൊണ്ടക്കോൽ, ഈ ചക്രം, തേനുണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നോക്കുമ്പോഴിതാ നല്ല അടിപൊളി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, സൂപ്പറാന്നേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല വലിയ വിശാലമായ ചന്തയൊക്കെ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ അതിനകത്തേക്കൊന്നും കയറിയിട്ടില്ല. എന്തിനാണ് വെറുതെ ഇതൊക്കെ നോക്കിയിട്ട് ഒന്നും വാങ്ങാൻ പോകുന്നില്ല. പിന്നെ നമ്മളെ എവർ ടൈം ഫേവറേറ്റാണ് കരിമ്പിൻ ജ്യൂസ്. ഞാനും സാത്തിയും അതിനഡിക്റ്റാണ്. എവിടെ കണ്ടാലും നമ്മൾ കഴിക്കും.
അങ്ങനെ വീണ്ടും തിരിഞ്ഞു മറിഞ്ഞ് വന്നപ്പോഴാണ് അടുത്തൊരു ഫുഡ് കോർട്ട്. അവിടെ നമ്മൾ കഴിഞ്ഞ തവണ ഓർക്കാട്ടരി ചന്തയിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ ചേച്ചിമാർ തന്നെയാണ്. അവരെ കണ്ടപ്പോഴും നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവരുടെ അടുത്തുനിന്നും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ മുളക് ബജിയൊക്കെ വാങ്ങിക്കഴിച്ചു. പിന്നെ ഈ റൈഡും കാര്യങ്ങളും തന്നെയാണെന്നുള്ളത്. പിന്നെ നല്ല അടിപൊളി കമ്മൽ, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എവിടെ ഉത്സവപ്പറമ്പ് പോയി കഴിഞ്ഞാലും ചേട്ടന്മാരും അവരുടെ കമ്മലുകളും ഉണ്ടാവും. അതിപ്പോൾ നമ്മളെ എല്ലാ ഉത്സവപ്പറമ്പിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. പക്ഷേ റേറ്റൊക്കെ കുറച്ച് അധികമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ കടകളിൽ വാങ്ങുമ്പോൾ അതിനേക്കാളും റേറ്റ് ഉണ്ടാവാം. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ഒരു തോണിയിൽ അവർ ആ റൈഡ് കണ്ടത്. അത് കണ്ടപ്പോഴാണ് എനിക്കത് കാണുമ്പോൾ തന്നെ കാല് വിറക്കുന്നു. അപ്പോൾ അതിൽ കയറിയാലുള്ള അവസ്ഥയോ, ഞാൻ ഇത്തവണ ഓർക്കാട്ടരി ചന്തയിൽ പോയപ്പോൾ തോണിയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ നടുവിലാണ് ഇരുന്നത്. നടുവിലിരുന്നിട്ട് പോലും എനിക്ക് പേടിയാണ്. അപ്പോൾ ഈ മേലെ ഇരിക്കുന്ന പിള്ളേരുടെ അവസ്ഥ, അയ്യോ. അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അങ്ങ് നടന്ന് നീങ്ങുമ്പോഴതാ നമ്മളെ കുറേ കുഞ്ഞി കൃഷ്ണന്മാർ. എന്ത് രസമാണെന്നോ ഇവരിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. കൃഷ്ണനും ഗണപതിയും ശിവനും ഒക്കെ ആയിട്ട് അടിപൊളിയാന്ന്. അങ്ങനെ അവരെയൊക്കെ കണ്ട് അങ്ങനെ പോവാന്ന്. പിന്നെ ഞാൻ സാത്തിനോട് ചോദിച്ചു ഈ ഒരു ട്രെയിനിൽ കയറണമെന്ന്. അപ്പോൾ സാത്തിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവന് കയറേണ്ടത് ആ കാണുന്ന തൊട്ടില്ല പോലും. അവനൊറ്റയ്ക്ക് നമുക്ക് കയറ്റാൻ പറ്റൂല. പിന്നെ ഞാൻ അവൻ്റെ കൂടെ കയറണം, അതിനുള്ള ധൈര്യം എനിക്കില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ സാത്തിനോട് പറഞ്ഞ് അവനെ ഒന്ന് കൺവിൻസ് ചെയ്ത് മെല്ലെ അങ്ങോട്ട് പോയി. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മുടെ ഹൽവ കണ്ടത്. തലശ്ശേരി അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ കോഴിക്കോട് ഹൽവ വാങ്ങാണ്ട് പോയാൽ എങ്ങനെയാണ്, ശരിയാവോ? അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കഷ്ണം അലുവയും കൂടി വാങ്ങാം. മധുരം ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കഷ്ണമൊക്കെ പോവും. പലതരത്തിലുള്ള ഹൽവകൾ, കുനാഫ ഹൽവ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹൽവയൊക്കെ വാങ്ങിച്ച് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് സാത്തി പറഞ്ഞത് എനിക്ക് ഇതൊന്ന് ചെയ്യണമെന്ന്. അതായത് ഈ റിങ് എറിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. ഞാൻ അവൻ്റെ കൂടെ ആദ്യമേ പറഞ്ഞതാ എനിക്കും ഉന്നമില്ല, എന്തായാലും കിട്ടാൻ പോകുന്നില്ല, വെറുതെ പൈസ കളയണമെന്ന്. അപ്പം പറഞ്ഞൊന്ന് ട്രൈ ചെയ്യാമേന്ന്. ഓക്കെ, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴേ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 1-2 പ്രാവശ്യം അല്ല, ഒരു 8 തവണയൊക്കെ ട്രൈ ചെയ്യാവുന്നതായിരുന്നു. അങ്ങനെ അത് സാത്തി വിജയകരമായി പരാജയപ്പെട്ടിരിക്കുന്നു. സാത്തിക്ക് ഉന്നമില്ല. അപ്പോൾ പിന്നെ സാത്തി പറഞ്ഞ് അമ്മ ചെയ്യുന്നു. അവൻ്റെ അത്ര ഉന്നം പോലും എനിക്കില്ല. അങ്ങനെ 2 ഞാനും എറിഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞ് അമ്മക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന്. എന്നാൽ പിന്നെ അമ്മയൊന്ന് ട്രൈ ചെയ്യട്ടെ. അങ്ങനെ അമ്മയൊന്ന് ട്രൈ ചെയ്ത് ഞങ്ങൾ 3 പേരും തോറ്റു. അങ്ങനെ നമ്മൾ മടങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനും ചിക്കും സാത്തിയും കൂടി ഇതിനെ വെച്ചിട്ട് കളിയാന്ന്. ഇത് അടിപൊളിയാന്നേ, സൂപ്പറാന്ന്. അങ്ങനെ കുറേ അധികം നേരം നമ്മൾ ഇതിനെ വെച്ചിട്ട് കളിച്ചിട്ട്. ഇതൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.